2017 ഒരു പ്രമുഖ നടിക്ക് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അതിക്രമം നേരിടേണ്ടി വന്ന സാഹചര്യത്തിലാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാരം കാണുന്നതിനും വേണ്ടി ജസ്റ്റിസ് കെ.എം.ആ കമ്മീഷനെ നിയോഗിച്ചത്. എന്നാൽ കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൈമാറിയെങ്കിലും അതിലെ ഉള്ളടക്കം ആരും അറിയാതെ പൂഴ്ത്തിവെക്കപ്പെട്ടു. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടും വ്യക്തിഗത വിവരങ്ങൾ ഉള്ളതിനാൽ വെളിപ്പെടുത്താനാവില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. അവസാനം കോടതി ഇടപെടലിലൂടെ സംഗതി വെളിപ്പെടുത്തിയപ്പോഴോ സുപ്രധാനമായ പല പേജുകളും അതിൽ ഉൾപ്പെട്ടിരുന്നുമില്ല. പിന്നെയല്ലേ കോലാഹലം. മാധ്യമങ്ങൾ വസ്തുതകളും പൊടിപ്പും തൊങ്ങലും വെച്ച് പല വാർത്തകളും മെനഞ്ഞു. പല നടികളും അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല നടന്മാർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു. എന്നിട്ടോ 2017 മലയാള സിനിമയിലെ അമ്മ എന്ന സംഘടനയ്ക്ക് ബദലായി ലിംഗനീതി ഉറപ്പാക്കണമെന്നും സിനിമാ രംഗത്തെ സ്ത്രീ ചൂഷണം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടും സ്ത്രീകളുടെ ഒരു സംഘടന രൂപപ്പെട്ടു. ദി വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന. അതിൻ്റെ ചുരുക്കപ്പേരാണ് WCC. അഞ്ജലി മേനോൻ, റീമ കല്ലിങ്കൽ, പാർവതി തിരുവോത്ത്, സജിത മഠത്തിൽ തുടങ്ങി 18ഓളം പ്രമുഖ വനിതകൾ ചേർന്നാണ് സംഘടന രൂപീകരിച്ചത്. പിന്നീട് വിധു വിൻസെൻറ്റും മഞ്ജു വാര്യരുമൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി. മഞ്ജു സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി. മലയാള സിനിമ പുരുഷ പ്രമുഖന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന സത്യം ആർക്കാണ് അറിയാത്തത്? WCCയുടെ പ്രവർത്തനങ്ങളും ആരോപണങ്ങളും അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് സിനിമാ ഇൻഡസ്ട്രിയെ പിടിച്ചുലച്ച് ഹേമ കമ്മീഷൻ പുറത്തു വന്നത്. ഈ സമയത്തൊക്കെ വീര്യപ്രതാപങ്ങളിൽ ഉത്തമന്മാരായ നായക നടന്മാരൊക്കെ മൗനവ്രതത്തിലായിരുന്നു. സംഗതി ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ഗവൺമെൻറ്റിന് ഇടപെടാതിരിക്കാൻ കഴിയില്ലല്ലോ. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപം കൊടുത്തു. പുറത്തു വന്ന വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ 120 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ 35 കേസുകൾ എടുത്തു. ഇനിയല്ലേ രസം, 35-ൽ 34 അവസാനിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. കാരണമെന്തെന്നറിയണ്ടേ? മൊഴി നൽകാനും കേസ് നടത്താനും നടികൾക്കൊന്നും താല്പര്യമില്ലത്രേ. പണ്ടു മുതലേ പുരുഷ കേന്ദ്രീകൃതമായ സിനിമാ ലോകത്ത് നടിമാർക്കും പിടിച്ചു നിൽക്കണ്ടേ? അവിവേകത്തിന് ചെയ്തത് ആപത്തായെന്ന് പലർക്കും തോന്നിത്തുടങ്ങി. ഇതിനിടയിൽ WCCയുടെ വക്താവ് പാർവതി തിരുവോത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തായി തീരുമാനം? 7.5 വർഷമല്ലേ ആയുള്ളൂ എന്ന് മുഖ്യമന്ത്രിയെ സംബോധന ചെയ്ത് സമൂഹ മാധ്യമത്തിലൂടെ പരിഹസിക്കുകയും ചെയ്തു. ആരോപണങ്ങൾ ഉന്നയിച്ചവർ, കമ്മീഷന് മുമ്പിൽ മൊഴി കൊടുത്തവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാതെ വരുമ്പോൾ പാവം പോലീസ് എന്ത് ചെയ്യാനാവും? അവർക്കൊന്നേ ചെയ്യാനാവൂ, ഫർദർ ആക്ഷൻ ഡ്രോപ്ഡ്, FAD, തുടർ നടപടികൾ അവസാനിപ്പിക്കാനേ കഴിയൂ. ഉയർന്നു വരുന്ന ഒച്ചപ്പാടുകളും ബഹളങ്ങളും നിശബ്ദമാകുമ്പോഴും സിനിമാ മേഖലയിലെ ലിംഗനീതിക്ക് വേണ്ടി ചിലരെങ്കിലും വൃഥാ കാത്തിരിക്കുന്നുണ്ടാവും.